രാജ്യസഭയിൽ ബി.ജെ.പിയുടെ കരുത്ത് ചോർന്നിരിക്കുകയാണ്. അംഗസംഖ്യ 86 ആയി ചുരുങ്ങുകയും ചെയ്തു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 4 അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായതോടെയാണ് കരുത്ത് കുറഞ്ഞത്. രാജ്യസഭയിൽ എൻ.ഡി.എയുടെ കരുത്ത് 101ലേക്കാണ് വീണത്. 245 അംഗ സഭയിൽ 113 ഭൂരിപക്ഷ സംഖ്യ. നിലവിൽ രാജ്യസഭയിൽ 225 അംഗങ്ങളാണുള്ളത്. അംഗസംഖ്യ കുറഞ്ഞെങ്കിലും ബജറ്റ് സമ്മേളനത്തിൽ സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ സഖ്യത്തിലില്ലാത്ത 7 അംഗങ്ങളുടെയും 2 സ്വതന്ത്രരുടെയും സൗഹൃദ കക്ഷികളുടെയും പിന്തുണ തേടാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് 87 അംഗങ്ങളാണുള്ളത്. അതിൽ കോൺഗ്രസ് 26, തൃണമൂൽ 13, ആം ആദ്മി പാർട്ടി, DMK എന്നിവയ്ക്ക് 10 വീതവും. ബി.ജെ.പിയുമായോ കോൺഗ്രസുമായോ സഖ്യത്തിലല്ലാത്ത കെ ചന്ദ്രശേഖര റാവുവിന്റെ BRS നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എംപിമാർ, സ്വതന്ത്രർ എന്നിവർക്കാണ് മറ്റു സീറ്റുകൾ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളായ രാകേഷ് സിൻഹ, രാം ശകൽ, സൊനാൽ മാൻസിംഗ്, മഹേഷ് ജെഠ്മാനി എന്നിവരുടെ കാലാവധിയാണ് പൂർത്തിയായത്. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ 12 അംഗങ്ങളുടെ കുറവാണ് ഇപ്പോൾ എൻ.ഡി.എക്കുള്ളത്. തമിഴ്നാട്ടിലെ മുൻ സഖ്യകക്ഷിയായ AIADMK, ആന്ധ്രാപ്രദേശിലെ ജഗ്മോഹന്റെ YSR കോൺഗ്രസ് എന്നിവയെ ഒപ്പം നിർത്താനാകുമോ എന്നാണ് ബി.ജെ.പി നോക്കുന്നത്. YSR കോൺഗ്രസിന് 11 അംഗങ്ങളും AIADMKയ്ക്ക് 4 അംഗങ്ങളുമാണുള്ളത്. ഇരു പാർട്ടികളും കഴിഞ്ഞ കാലങ്ങളിൽ ബി.ജെ.പിയെ പിന്തുണച്ചവരാണ്. നവീൻ പട്നായിക്കിന്റെ BJD-യാണ് ഇരു സഖ്യത്തിലും ഇല്ലാത്ത മറ്റൊരു പാർട്ടി. സഭയിൽ പാർട്ടിക്ക് 9 അംഗങ്ങളുണ്ട്. ബി.ജെ.പിയെയാണ് BJD ഇതുവരെ പിന്തുണച്ചത്. എന്നാൽ ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ BJD ബി.ജെ.പിയുമായി അകന്നു. ഈ ഒരു സാഹചര്യത്തിൽ എൻ.ഡി.എയുമായി സഖ്യത്തിലല്ലാത്ത 4 എംപിമാരുള്ള BRSനെയും സ്വതന്ത്രരെയുമാണ് ബി.ജെ.പിക്ക് ആശ്രയിക്കാവുന്നത്. രാജ്യസഭയിൽ 12 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളാണുള്ളത്. ഇവർ സാധാരണഗതിയിൽ ഭരണകക്ഷിയെയാണ് പിന്തുണയ്ക്കുക. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ഫലം വരുന്നതോടെ രാജ്യസഭയിലെ അംഗസംഖ്യയിൽ മാറ്റം വരും. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരം MLA-മാരാണ് രാജ്യസഭാ എംപിമാരെ തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അംഗസംഖ്യ 86 ആയി ചുരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും 4 അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായതോടെയാണ് ഈ ഒരു കരുത്ത് കുറഞ്ഞത്. രാജ്യസഭയിൽ എൻ.ഡി.എയുടെ കരുത്ത് 101ലേക്ക് വീണിരിക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു പ്രതീക്ഷ തന്നെ കൈവിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. രാജ്യസഭയിൽ 225 അംഗങ്ങളുണ്ട്. ഈ ഒരു അംഗസംഖ്യ കുറഞ്ഞെങ്കിലും ഇത്തരത്തിൽ ഒരു സമ്മേളനം വരികയാണെങ്കിൽ സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ 7 അംഗങ്ങളുടെയും സൗഹൃദ കക്ഷികളുടെയും പിന്തുണ തേടാമെന്നും പറയുന്നുണ്ട്. ബില്ലുകൾ പാസാക്കാൻ 12 അംഗങ്ങളുടെ കുറവാണ് ഇപ്പോൾ എൻ.ഡി.എക്കുള്ളത്. ഇത് പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്.